ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നവറാസ് കിച്ചൺ. എല്ലാവർക്കും നവറാസ് കിച്ചണിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നതൊരു ബ്രെഡ് റെസിപ്പിയാണ്. തുർക്കിഷ് ബ്രെഡ് എന്നൊക്കെ ഇതിന് പേര് പറയും. അപ്പോൾ ഇത് വളരെ അധികം ഈസിയൊന്നുമല്ല, എന്നാലും ഒരുവിധം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നല്ല ടേസ്റ്റാണ്. കുറച്ച് ചീസൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വെച്ച് കഴിഞ്ഞാലും പെട്ടെന്നൊന്നും കേടായി പോവില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ബ്രെഡ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ പാലെടുത്തിട്ടുണ്ട്. ആ പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ നിൽക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ ഇത് തയ്യാറാക്കി വെക്കുക. എന്നാലേ ആ ഈസ്റ്റ് അതിൽ നല്ലതായിട്ട് ആക്റ്റീവായി വരുള്ളൂ. അങ്ങനെ ഈസ്റ്റ് ചേർത്തിട്ട് പാലിൽ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അത് നമുക്കൊരു 5 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ അത് ഏകദേശമൊക്കെ ഇങ്ങനെ ആക്റ്റീവായി വരുന്നുണ്ട്. ഇനി നമുക്ക് ബ്രെഡിനുള്ള മാവ് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ ഇതിലേക്ക് 1 കോഴിമുട്ടയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ 1 കോഴിമുട്ട നമുക്കൊരു വലിയ ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കാവുന്നതാണ്. കോഴിമുട്ട ബീറ്റ് ചെയ്യൊന്നും വേണ്ട, അതുകൊണ്ട് പിന്നെ നമുക്ക് ഒരു പരന്ന ടൈപ്പ് ബൗളിലേക്ക് ആക്കിയാലും മതി. എന്നാലേ മാവ് കുഴച്ചെടുക്കാൻ നല്ല വിസ്താരത്തിൽ കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ കോഴിമുട്ട ഇവിടെ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണോളം തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുക. അധികം പുളിയില്ലാത്ത ടൈപ്പ് തൈര് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ബ്രെഡ് പുളി ഉണ്ടെങ്കിൽ നമ്മളെ ബ്രെഡ് ഒന്ന് ഒരു ചെറിയ പുളി ടേസ്റ്റൊക്കെ വരും. അതില്ലാതിരിക്കാനാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഈ പഞ്ചസാര നിർബന്ധമില്ല. ഇനി അതല്ല, ഇതിൽ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കും ചെയ്യുക. കുറച്ചുകൂടെ ചേർക്കണമെങ്കിൽ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. അതുപോലെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് ഇതിനെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. അതിന് മുന്നായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മതി ബേക്കിംഗ് പൗഡർ, അധികം വേണ്ട. അതുപോലെ തന്നെ കുറച്ച് സുർക്ക, വിനീഗർ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ തൈര് ഉപയോഗിക്കുമ്പോൾ പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കാരണം സുർക്കയും കൂടെ ചേരുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾ പുളിയുള്ള തൈരാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ സുർക്കയുടെ ആവശ്യം വേണ്ട, സുർക്ക ചേർക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൂടെ ചേർത്തിട്ടുണ്ട് ഞാനിതിലേക്ക്. ഇനി ഇതിനെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാനിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ഒരുപാട് അങ്ങോട്ട് ലൂസായി പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വേണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളം മതി. കാരണം നമ്മൾ പാല് നമ്മളവിടെ ചേർത്ത് വെച്ചതുണ്ട്, അതുകൂടെ ഇതിലേക്ക് മിക്സായി വരാനുള്ളതാണ്. അപ്പോൾ ഇത്രയും നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളം, ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ടായിക്കോട്ടെ, ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഓയിൽ ചേർക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് കിട്ടും. ഇതിന് പകരം നിങ്ങൾ ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. സാദാ പശുവിൻ നെയ്യ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് ഇത്രയും ഇവിടെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഈസ്റ്റ് ചേർത്ത് വെച്ച പാല് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ കൂടി ചേരുമ്പോൾ തന്നെ ഇതിൽ അത്യാവശ്യം വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് മൈദയിലേക്കുള്ള അളവാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ നമ്മളടുത്ത് കുറച്ചും കൂടെ വെള്ളം ലൂസിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളേതായാലും കുഴച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ മൈദ കൂട്ടി കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാനിത് കുഴച്ച് വരുന്ന സമയത്ത് എനിക്ക് കുറച്ച് വെള്ളം അധികമായിട്ടാണ് തോന്നിയിരുന്നത്. അപ്പം ഞാനൊരു 1/4 കപ്പ് കൂടെ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും ചേർത്തിട്ട് ഈ ഒരു രൂപത്തിലാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇത്ര ഒരു ലൂസ് ഇതിന് വേണം, ഒരുപാട് അങ്ങോട്ട് ടൈറ്റായി പോവരുത്. ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ലൂസിലാണ് കിട്ടേണ്ടത് നമുക്ക്. നല്ല സോഫ്റ്റായിട്ട് തന്നെ നല്ലോണം കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. എയറൊന്നും ഇല്ലാത്ത രൂപത്തിൽ നല്ലോണം കുഴച്ചെടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞു വരുന്ന ഒരു രൂപത്തിലായിരിക്കണം ഇതിൻ്റെ മാവിൻ്റെ പരുവം. ഇങ്ങനെയാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ടതാണ്.
ഇത്തിരി പൊടി ഞാൻ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പാത്രത്തിൻ്റെ അടിയിലുമായിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. അത് എടുക്കുന്ന സമയത്ത് ഒരുപാട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. ഇപ്പോൾ ഞാനിതിവിടെ പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 2 സൈഡും നല്ലോണം ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു ക്ലിം റാപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നല്ല മുറുക്കമുള്ളൊരു ടൈപ്പ് അടപ്പ് വെച്ചിട്ട് അടച്ച് വെച്ചാലും മതി. ഇങ്ങനെ അടച്ചിട്ട് നമ്മൾ 2 മണിക്കൂറോളം വെക്കണം. ചൂട് സമയമാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് തന്നെ നല്ലോണം പൊങ്ങി വരുന്നതാണ്. തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും ഇതിനെ വെച്ചിരിക്കണം. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ആ മാവ് കണ്ടാലറിയാം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയതിനേക്കാളും ഡബിളായി വന്നിട്ടുണ്ട്. ഇതിൽ ഈസ്റ്റൊക്കെ നല്ലോണം ആക്റ്റീവായി വന്നിട്ടുണ്ട്. അതിനെങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ കാണാം അത് ചുരുങ്ങി വരുന്നത് കാണും. ഒന്നും കൂടെ നമുക്കിതിനെ നല്ലോണം ഒന്നിട്ടിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ലോണം നമ്മുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മാവ് നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ടിട്ട് അതിലിട്ടിട്ട് ഈ മാവിനെ ഒന്നും കൂടെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ മാവിനെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഉള്ളിൽ എയറൊന്നും ഇല്ലാത്ത രൂപത്തിൽ വേണം നമ്മൾ ഇതിനെ കുഴച്ചെടുക്കാനായിട്ട്. നല്ലോണം നല്ല സോഫ്റ്റ് തന്നെ കിട്ടും വേണം. ഈ ഒരു രൂപത്തിൽ തന്നെയാണ് സാധാ ബ്രെഡ് ഉണ്ടാക്കാനും നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കുന്നതൊക്കെ. ചിലത് കുറച്ച് ലൂസിലായിട്ട് ഉണ്ടാക്കിയെടുക്കും. ബണ്ണിനൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു രൂപം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒട്ടുന്നത് കൊണ്ട് കുറച്ചുകൂടെ പൊടിയിട്ടിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ 2 ബണ്ണ് തയ്യാറാക്കിയെടുക്കാനുള്ള മാവ് ഉണ്ട്. നിങ്ങളിത് വലിയ പാത്രത്തിലാണിത് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റൊന്നാക്കി തന്നെ തയ്യാറാക്കിയാൽ മതി. ഇതിപ്പോൾ ഞാൻ 2 ടൈപ്പിലാണ് തയ്യാറാക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. കുറച്ച് അത്യാവശ്യം നീളത്തിൽ തന്നെ കട്ടിയില്ലാതെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ റോളർമ ഒന്ന് പൊടി ആക്കി കൊടുത്തിട്ട് വേണം ഇതിനെ ഒന്ന് പരത്തിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ പരത്തിയെടുക്കുന്ന ഭാഗത്ത് ഇതുപോലെ തന്നെ പൊടി ഇട്ട് കൊടുക്കണം. എന്നാലേ അത് പരന്ന് കിട്ടുള്ളൂ. കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ നീളത്തിൽ പരത്തിയെടുക്കാം നമുക്ക്. ഇപ്പോൾ ഇത് അത്യാവശ്യം ചെറിയൊരു കട്ടിയേ ഉള്ളൂ. ഇനി ഇതിൽ ഞാൻ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ ബട്ടർ മാത്രം തേച്ചിട്ട് കുറച്ചധികം ബട്ടർ തേച്ചിട്ട് ഇങ്ങനെ തന്നെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കാം. ചീസ് വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഞാനിതിൽ കുറച്ച് ബട്ടർ തേച്ചിട്ട് ബാക്കി ചീസ് കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതുപോലത്തെ ചീസാണ് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബർഗറിനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചീസ്. അത് ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ചീസ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ പതുക്കെ നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ പതുക്കെ വേണോ റോൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. ഒരുപാട് പരത്തി ആക്കി ചെയ്യരുത്. കറക്റ്റ് ഒരു റോളിൽ പതുക്കെ ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ തറയിൽ നിന്നൊന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പൊടി ഇട്ടിട്ട് ഒന്ന് സൈഡിലേക്കൊക്കെ തട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടുന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാനിതാ ആ ചീസ് അടക്കം ഇതിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു രൂപത്തിൽ നമ്മൾ റോൾ ചെയ്തെടുക്കുക. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഈ ഒരു രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വെട്ട് കേക്കൊക്കെ തയ്യാറാക്കി എടുക്കുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ത്രികോണ ഷേപ്പിലാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത്. എങ്കിൽ ആ ഒരു ഡിസൈൻ ഒരു ഫ്ലവറിൻ്റെ രൂപത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മൊത്തം ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ ബേക്കിംഗ് ട്രേ എടുക്കുക. അതിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ കേക്കിനൊക്കെ കാട്ടുന്ന പോലെ തന്നെ ബട്ടർ തേച്ച് കുറച്ച് പൊടിയൊക്കെ ഇട്ട് തട്ടിയിട്ട് ഒരു ട്രേ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾ ഓവണിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓവൺ ആദ്യം നമ്മൾ ചൂടാക്കാൻ വെച്ചിരിക്കണം. ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. കുക്കറിൽ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്, ഉപ്പിട്ടിട്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് ഞാൻ ഇതും തയ്യാറാക്കുന്നത്. കുക്കറിൽ അടിയിൽ ഉപ്പിട്ടിട്ട് അങ്ങനെ തയ്യാറാക്കിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു 10 മിനിറ്റ് മുന്നെങ്കിലും കുക്കറിൽ ഉപ്പിട്ടിട്ട് ചൂടാക്കാൻ വേണ്ടി വെക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിന് കട്ടിങ്ങിനും ഒക്കെ നിന്നാൽ മതി.
ഇതിനെ കുറച്ച് അകത്തി വെക്കാൻ ശ്രദ്ധിക്കുക, ഒരുപാട് അടുപ്പിച്ച് വെക്കണ്ട, കാരണം ഇത് വെന്ത് വരുമ്പോൾ താനെ കൊണ്ട് കൂടി വരുന്നതാണ്. അങ്ങനെ നമുക്കിത് പാത്രത്തിലേക്ക് എല്ലാ പീസസും വെച്ച് കൊടുക്കാം, ബട്ടർ തേച്ചിട്ടുള്ള പാത്രത്തിലേക്ക്. ഇപ്പോൾ ഇതെല്ലാം ഇവിടെ പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ കോഴിമുട്ട കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോഴിമുട്ട അല്ലെങ്കിൽ പാലോ യൂസ് ചെയ്താലും മതി. അപ്പോൾ ഞാനിവിടെ കോഴിമുട്ട വെച്ചിട്ടാണ് ഇത് ബ്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കോഴിമുട്ട എല്ലായിടത്തും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് വെള്ള എള്ള ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എല്ലാത്തിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്ത് വരുമ്പോൾ അത് അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാത്തിൻ്റെ മുകളിലും എള്ളിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനെ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിനെ കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പം ഞാനിത് ബേക്ക് ചെയ്തെടുത്ത ശേഷമുള്ളതാണ്. നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. അടിയിൽ നമ്മൾ ബട്ടർ പുരട്ടിയത് കൊണ്ട് വല്ലാതെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ തണുത്ത ശേഷം വേണം നമ്മൾ മാറ്റാനായിട്ട്. സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ തണുത്തതിൻ്റെ ശേഷം ഇതിന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു രൂപത്തിൽ ആരും കേക്ക് തയ്യാറാക്കിയിട്ടില്ല, ഇതുപോലത്തെ തുർക്കിഷ് കേക്ക് റെഡിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടുന്നൊരു ബണ്ണാണിത്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നവറാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോസൊക്കെ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.